ദശാബ്ദങ്ങളായി ചോദ്യം ചെയ്യപ്പെടാത്ത ആഗോള ശക്തിയായി നിലനിന്ന അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് പതിയെ തിരശീല വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അമേരിക്കയില്ലെങ്കിൽ ലോകത്തൊന്നും സംഭവിക്കില്ല എന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ സമീപകാല തീരുമാനങ്ങളാണ്. സാങ്കേതിക വിദ്യയെ പോലും യുദ്ധത്തിനായുള്ള ആയുധമായി ഉപയോഗിക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ വെല്ലുവിളിയാണ് ഈ നീക്കങ്ങളെ ലോകം കൂടുതലും നോക്കിക്കാണുന്നത്. ഇത് കേവലം ഒരു പ്രാദേശിക യുദ്ധത്തിനപ്പുറം ആഗോളതലത്തിൽ ഒരു പുനഃക്രമീകരണത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിന്റെ ശക്തിയുടെയും സ്വാധീനത്തിന്റെയും പ്രധാന അളവുകോലായി സാങ്കേതിക വിദ്യ മാറിയിരിക്കുകയാണ്. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ, അതുപോലെ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിങ്ങനെ ലോകത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ സാങ്കേതിക മേധാവിത്വം ലോകരാജ്യങ്ങളെ അമേരിക്കയെ പൂർണ്ണമായും ആശ്രയിക്കാൻ നിർബന്ധിതരാക്കി. ഇത് അമേരിക്കയെ വെല്ലുവിളിക്കാനോ എതിർക്കാനോ കഴിയാത്ത വിധം ലോകത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ ആശ്രിതത്വം ഇന്ന് അമേരിക്ക തന്നെ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. ഇസ്രയേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിനിടെ തങ്ങളുടെ ആണവ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ കണ്ടെത്താനും ആക്രമിക്കാനും അമേരിക്കയും ഇസ്രയേലും GPS സംവിധാനം ഉപയോഗിച്ചുവെന്ന തിരിച്ചറിവാണ് ഇറാന് പുതിയൊരു പാത തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത്. കൂടാതെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും ഇസ്രയേൽ സൈന്യം വധിച്ചത് ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയും ഫോണുകൾ നിരീക്ഷിച്ച് സ്ഥാനം കണ്ടെത്തിയുമാണെന്ന വിവരം ഇറാന്റെ ആശങ്ക വർദ്ധിപ്പിച്ചു. ഇതെല്ലാം അമേരിക്കൻ സാങ്കേതിക മേധാവിത്വത്തോടുള്ള ഇറാന്റെ കടുത്ത എതിർപ്പിന് കാരണമാവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് നാവിഗേഷൻ സാങ്കേതിക വിദ്യയായ GPS പൂർണ്ണമായും ഉപേക്ഷിച്ച് ചൈനയുടെ സമാന്തര സംവിധാനമായിട്ടുള്ള ബെയ്ഡോ ഉപയോഗിക്കാൻ ഇറാൻ തീരുമാനിച്ചത്. ഈ തീരുമാനം സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഒരു വഴിത്തിരിവാണ്. അധികം വൈകാതെ ഇന്റർനെറ്റ്, കാർഷികം, ഗതാഗതം തുടങ്ങിയ മേഖലകളിലും ഇറാൻ ബെയ്ഡോ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തുടങ്ങും. മാത്രമല്ല, അമേരിക്കൻ കമ്പനിയായിട്ടുള്ള മെറ്റയുടെ സന്ദേശം അയക്കൽ ആപ്ലിക്കേഷനായ വാട്സപ്പ് ഉപയോഗം നിർത്തിവെക്കാനും മൊബൈൽ ഫോണുകളിൽ നിന്ന് ആപ്പ് നീക്കം ചെയ്യാനും ഇറാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രയേലിന്റെ വിവരങ്ങൾ ചോർത്താൻ ഇത് വഴിയൊരുക്കുമെന്ന ആശങ്കയായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ. ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് കരുത്ത് പകരുന്നത് ചൈന സാങ്കേതിക രംഗത്ത് കൈവരിക്കുന്ന വൻ മുന്നേറ്റങ്ങളാണ്. കുറഞ്ഞ മൂലധനത്തിൽ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ചൈനയുടെ കഴിവ് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ചൈനീസ് സ്റ്റാർട്ടപ്പായ DeepSeek വികസിപ്പിച്ച ലാർജ് ലാംഗ്വേജ് മോഡൽ ChatGPTയെ കടത്തിവെട്ടിയപ്പോൾ ആഗോള സാങ്കേതിക വിദ്യാ രംഗത്ത് ചൈനയുടെ ശക്തി തെളിയിക്കപ്പെട്ടു. ഇത് അമേരിക്കൻ LLMന് ഒരു കടുത്ത വെല്ലുവിളിയായിരുന്നു. ഈ ചൈനീസ് വിപ്ലവം അമേരിക്കയ്ക്ക് കടുത്ത പ്രഹരമാണ് നൽകിയതും. അമേരിക്കയുടെ യാതൊരു സാങ്കേതിക വിദ്യയും തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ചൈനയും റഷ്യയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇവർക്കൊപ്പം ഇറാനും നിലപാട് കടുപ്പിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ കാലമായി സൃഷ്ടിച്ചെടുത്ത ഒരു ലോകക്രമത്തിനാണ് തിരശീല വീഴാൻ പോകുന്നത്. അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ ഇറാന്റെ ഈ തീരുമാനം മറ്റ് രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചേക്കാം. അമേരിക്കൻ ആശ്രിതത്വം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചും സ്വയം പ്രതിരോധം തീർക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാൻ ഇത് പല രാജ്യങ്ങളെയും പ്രേരിപ്പിക്കും. ലോകക്രമ മാറ്റത്തിന്റെ യഥാർത്ഥ തുടക്കം അവിടെ നിന്നായിരിക്കും. യൂറോപ്പിലെ ഗലീലിയോ മുതൽ റഷ്യയുടെ ഗ്ലോനാസ് വരെയുള്ള പ്രാദേശിക ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിലെ പ്രേരക ശക്തികളിലൊന്ന് ഈ വികാരമാണ്. അമേരിക്ക എന്ന ബിന്ദുവിന് ചുറ്റും ലോകരാജ്യങ്ങൾ കറങ്ങുമെന്നും എന്നും ലോക പോലീസായി വാഴാമെന്നും അമേരിക്ക എക്കാലത്തും ധരിച്ചു പോന്നു. എന്നാൽ ആ സാധ്യതകളെല്ലാം അടച്ചുകൊണ്ടാണ് ചൈനയും റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊരു ആഗോള പുനഃക്രമീകരണത്തിന്റെ വ്യക്തമായ സൂചനയുമാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, ഇന്റർനെറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ എന്നിവയിലെല്ലാം അമേരിക്കയുടെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം മറികടന്നുകൊണ്ടുള്ള ഒരു ശക്തമായ ടെക് ബ്ലോക്കിന്റെ ആവിർഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിലും ഏകപക്ഷീയമായ ഉപരോധങ്ങളിലും അമിതമായ ഡിജിറ്റൽ മേധാവിത്വത്തിലും മടുത്ത രാജ്യങ്ങൾ ചൈനയുടെ മുന്നേറ്റത്തിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. ഇറാൻ ഇപ്പോൾ തന്നെ സ്വന്തം ഇൻട്രോനെറ്റ് സംവിധാനമായ നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇറാന് സഹായകമാകും. ഭാവിയിൽ ഇറാൻ ഈ പ്രക്രിയ വിപുലീകരിക്കാനും ചൈനയുടെ ഗ്രേറ്റ് ഫയർവാളിനെ അനുകരിക്കാനും സാധ്യതയുണ്ട്. നാവിഗേഷൻ, ആശയവിനിമയം തുടങ്ങിയ ഡാറ്റ ഫ്ലോ, ഡിജിറ്റൽ പേയ്മെന്റ് എന്നീ ആവശ്യങ്ങൾക്ക് വരെ രാജ്യങ്ങൾ അവരുടെ സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഡിജിറ്റൽ കോഡ് വാറിനാണ് ഇത് തുടക്കം കുറിക്കുക. ചൈനയുടെ ബൃഹത്തായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ബദൽ ആഗോളക്രമം ഒരു കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഇന്ധന വിതരണ രംഗത്തെ അധികായരായ ഇറാന്റെ കടന്നുവരവോടെ ചൈന നേതൃത്വം നൽകുന്ന ഈ തെക്കൻ രാജ്യങ്ങളുടെ ശ്രേണി കൂടുതൽ ശക്തി പ്രാപിക്കും. ചൈന, റഷ്യ, ഇന്ത്യ, ഉത്തര കൊറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ കൈകോർത്ത് പുതിയൊരു ലോകക്രമത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കും. ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ ആരംഭമാണ്. ഇറാനെ
പിന്തുടർന്ന് കൂടുതൽ രാജ്യങ്ങൾ സ്വന്തം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും പാശ്ചാത്യ നിയന്ത്രണത്തിൽ നിന്ന് സ്വയം മോചിതരാകാനും ശ്രമിക്കുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ താൻ എന്ന ഭാവം ഇല്ലാതാവുകയും ചൈനയുടെ ബദൽ നയങ്ങൾ പുതിയൊരു ലോകക്രമത്തിന് പ്രേരക ശക്തിയായി തീരുകയും ചെയ്യും.